വിശ്വാസികളെ, പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ വളരെ പെട്ടെന്ന് നമ്മളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഏതൊരു മുസ്ലിമായ മനുഷ്യനോടും എന്തിനാണ് നോമ്പ് എന്ന് ചോദിച്ചാൽ അവര് പറയും തഖ്വ കിട്ടാനാണെന്നാണ് പറയാ. പക്ഷെ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇക്കഴിഞ്ഞ 3-4 നോമ്പ് കൊണ്ട് എന്ത് തഖ്വയാണ് നമുക്ക് കിട്ടിയതെന്ന് പരിശോധിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് 60-70 വയസ്സുള്ള ഒരാള്, അയാളുടെ ജീവിതകാലത്ത് എന്തായാലും ഒരു 55 വർഷമെങ്കിലും, 70 വയസ്സുള്ള ഒരാള് 55 വർഷമെങ്കിലും, ആ 55 വർഷത്തിൽ 55 മാസമെങ്കിലും റമദാനിൽ നോമ്പ് വെച്ചിട്ടുണ്ടാവും. തന്റെ 15ാമത്തെ വയസ്സ് മുതൽ നോമ്പ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ര, ഞാൻ 40 ആണെങ്കിൽ അതിനനുസരിച്ച് 10-25 വർഷക്കാലം അയാൾ നോമ്പ് വെച്ചിട്ടുണ്ടാവും, മാസക്കാലം. പക്ഷെ എന്നിട്ട് ഏതെങ്കിലും ഒരു റമദാന് കഴിയുന്ന സമയത്ത് അയാൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കിതാ ഈ ഒരു റമദാനോട് കൂടി തഖ്വ കിട്ടി എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര റമദാന് കഴിഞ്ഞു പോയി. ഏതെങ്കിലും ഒരു റമദാനിന് കഴിയുന്ന സമയത്ത് അൽഹംദുലില്ലാ, പടച്ചോൻ എന്തിനാണോ നോമ്പ് നിശ്ചയിച്ചത് അത് തഖ്വക്കാൾ എനിക്കത് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കാം. ഞാനത് വിശദീകരിക്കുന്നൊന്നുമില്ല, അവനവന്റെ ആവശ്യത്തിന് വേണ്ടി പരിശോധിക്കാം. പക്ഷെ തഖ്വ എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സാധാരണ നമ്മൾ തഖ്വ എന്ന് പറയൽ എന്തിനാണ്? നിസ്കാരത്തിൽ ഇങ്ങനെ സൂക്ഷ്മത കാണിക്കുക, അതേപോലെ തന്നെ ആളുകളോട് സംസാരിക്കുന്ന സൂക്ഷ്മത കാണിക്കുക, ഇങ്ങനെ കുറെ സൂക്ഷ്മതക്കാണ് പൊതുവെ തഖ്വ എന്ന് പറയാം. റമദാൻ മാസത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ നല്ല തഖ്വ പുലർത്തണം. അത് പൊതുവെ കാണൂല. അതിങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തോ ഒരു യുദ്ധം നടത്തുന്ന പോലെ അങ്ങോട്ട് തീർക്കും. അതങ്ങനെ തന്നെയാണ്. പക്ഷെ അത് അവിടെ മാത്രം തഖ്വ അങ്ങോട്ട് പോയി. ബാക്കിയുള്ളവർക്കൊക്കെ വല്ലാത്തൊരു സൂക്ഷ്മത. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്ത്, പരിശുദ്ധ ഖുർആൻ ഒരു വിഷയം പറഞ്ഞിട്ട് അതിന്റെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, പടച്ചോന് നിങ്ങൾക്ക് തന്നതെന്താണോ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. അല്ലാഹ് തന്നതിൽ നിന്ന് ഭക്ഷിക്കുക. തൊട്ട് ശേഷം അല്ലാഹ് പറഞ്ഞതെന്നറിയോ? വലാ തത്ഗൗ ഫീഹി, ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും തുകയാൻ, അതിര് കവിയാൻ പാടില്ല. പടച്ചോൻ നിങ്ങൾക്ക് അത്രയും തന്നിട്ടുണ്ടാവും, പക്ഷെ അത് ഒരിക്കലും കൂടുതലാക്കാൻ പാടില്ല. അങ്ങനെ ഓവറാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അല്ലാഹ് തന്നെ പറയാണ്. ഫയഹില്ലു അലൈക ഗളബി ഫയഹില്ലു അലൈക്കും ഗളബി, എന്റെ ഗളബ് നിങ്ങളുടെ മേലിലാണ്ട് വരും. പടച്ചോന്റെ ഗളബ് എന്ന് പറഞ്ഞാല് നമ്മൾ തമ്മിൽ രണ്ടാൾക്കാരുണ്ടാണ് ഗളബല്ല, ദേഷ്യപ്പെടലല്ല. അള്ളാന്റെ ഗളബ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കാഠിന്യം കൂടും. വീണ്ടും അല്ലാഹ് പറയാണ്, എന്റെ ഗളബ് ആരെ മേലിലാണോ വന്ന് ഭവിക്കുന്നത് ഫഖദ് ഹവാ, അവൻ നശിച്ചത് തന്നെ. എന്തപ്പോ ആയത്തിൽ നമുക്ക് മനസ്സിലായത്? പടച്ചോൻ തന്നതില്ലെന്ന് നമ്മൾ ഭക്ഷിക്കുക, ആ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും അതിര് കവിയാതിരിക്കുക. അങ്ങനെ അതിര് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ ദേഷ്യം നമ്മളിൽ വന്ന് ഭവിക്കും. അങ്ങനെ പടച്ചോന്റെ ദേഷ്യമാണ്, കോപമാണ് നമ്മളിൽ വന്ന് ഭവിച്ചതെങ്കിൽ നശിച്ചത് തന്നെ. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാല് വെറും നിസ്കാരം മറ്റു കാര്യങ്ങളും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ പുലർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സ്വന്തം ചിന്തിച്ച് നോക്കിയാൽ മതി. ഓരോരോ നോമ്പ് തുറക്കുന്ന സമയത്ത് വിശദീകരിക്കണില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് 3-4 ഐറ്റം ജ്യൂസ്, 5-6 ഐറ്റം പൊരിക്കടി, അത് ഇത് എല്ലാം അങ്ങോട്ട് പോകും. അവനവനെ ശ്രദ്ധിക്കുക. പടച്ചോൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നുണ്ടോ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഈ അമിതവ്യയം കാണിക്കുന്ന, ദൂർത്തടിക്കുന്ന ഒരാളെയും പടച്ചോനക്ക് ഇഷ്ടമല്ല എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് കാലത്ത് അള്ളാന്റെ ഇഷ്ടമല്ലാതെ പോകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ വിഷയത്തിൽ, ആരെങ്കിലും ഓവറാകുന്നുണ്ടെങ്കിൽ എന്ന് മാത്രം. സഹോദരങ്ങളെ, ഇനി 2 ക്ലാസ്സുകൾ മുമ്പോടെ കഴിഞ്ഞു. ആ 2 ക്ലാസ്സുകൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഖുർആനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സൂചിപ്പിക്കാത്തത്. കാര്യം അതിന്റെ വേറെ ഭാഗമാണ്. പടച്ചോന് നമുക്ക് വായിക്കാൻ കഴിവന്നിട്ടുണ്ടെങ്കിൽ, ബുദ്ധിശക്തി തന്നിട്ടുണ്ടെങ്കിൽ, ചിന്തിക്കാനൊക്കെ കഴിവന്നിട്ട്
ഇത്ര ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് പോലും ഖുർആൻ ഒന്ന് എടുത്തു നോക്കാത്ത ആൾക്കാരുണ്ടാവും. അതിനുവേണ്ടി സമയം ചെലവഴിക്കാത്ത ആൾക്കാരുണ്ടാവും. ശരിക്കും നമ്മൾ ആലോചിക്കുക, പടച്ചോൻ ഇതൊക്കെ തന്നിട്ട് നമ്മളൊന്നും ഉപയോഗിക്കണില്ല എങ്കിൽ റസൂല് പറഞ്ഞെന്താന്നറിയോ? ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയപ്പെടുന്നത്, അനുഗ്രഹങ്ങൾ കുന്നുകൂടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. റസൂല് പറഞ്ഞ വെറുതല്ല. നമ്മളൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കി, ഒരു വീട്ടിൽ ഒരു ഖുർആനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ വല്യമ്മ കൊണ്ട് ഓതി, അടുത്ത ആൾക്ക് കൊടുത്ത് അങ്ങനെ എല്ലാരും ഓതി. ഇന്ന് ഓരോ വീടുകളിലും 2, 3, 4 ഖുർആനുകള്, അതിനപ്പുറം മൊബൈലുകള്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഓതാൻ ആളില്ല. നമ്മൾ ആലോചിച്ച്, റസൂൽ വെറുതെ പറഞ്ഞതല്ല. അനുഗ്രഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടുമ്പോ ദീനിനൊരു വശത്തേക്ക് അങ്ങനെ മാറ്റി വെക്കുകയാണ്. അപ്പൊ സ്വന്തം ചിന്തിക്കുക, എനിക്ക് എന്റെ വീട്ടിൽ എത്ര ഖുർആനുണ്ട്, എന്റെ മൊബൈലിൽ എത്ര ആപ്പുകളുണ്ട്, പക്ഷെ ഞാൻ ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. സ്വയം ചിന്തിച്ചാൽ മതി. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, പെട്ടെന്ന് പറഞ്ഞോളൂ. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ പഠിച്ച കുറെ സൂറത്തുകൾ ഉണ്ടാവും, കാണാതെ പഠിച്ച സൂറത്തുകൾ, മദ്രസയിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ അവിടുന്ന് ഇവിടൊക്കെ കുറെ പഠിച്ച് മറന്നുപോയ സൂറത്തുകൾ. യഥാർത്ഥത്തിൽ റമദാൻ മാസം എന്ന് പറഞ്ഞാല് ഖുർആനിന്റെ വാർഷികം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഖുർആനിന്റെ വാർഷികം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്കൂളിലോ മറ്റൊക്കെ വാർഷികം നടക്കുമ്പോൾ എന്തെല്ലാം സ്കൂളുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കും. ഇതേപോലെ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഗതികൾ സ്വയം നടത്തണം. അതിൽപ്പെട്ട ഒന്നാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച് മറന്നുപോയ എല്ലാ സൂറകളും ഈ റമദാൻ അങ്ങോട്ട് കഴിയുന്നതോടുകൂടി ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. റമദാനിന്റെ അവസാന ദിവസം കടന്നു പോകുമ്പോ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഇന്ന സൂറത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ മറന്നിക്കണേ. ഇതൊക്കെ ഞാൻ ഒന്നും കൂടി ബൈഹാർട്ടാക്കും, ഹൃദ്യസ്ഥമാക്കും, ഹിഫ്ളാക്കും. അങ്ങനെ ശക്തമായൊരു തീരുമാനം. ഖുർആൻ പഠിച്ച് മറക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ റമദാനോട് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് ഖുർആനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, പരിശുദ്ധ ഖുർആൻ വെറുതെ പാരായണം ചെയ്താൽ കൂലി ഉണ്ട്, അതിലൊന്നും യാതൊരു തർക്കമല്ല. പക്ഷെ എന്തിനാണ് ഖുർആൻ? അതിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലാൻ ഏതെങ്കിലും 1-2 സൂറത്തുകൾ അതിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് നമ്മൾ പഠിക്കണം, വായിക്കണം. മഹാനായ അമാനി മൗലവി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമാനി മൗലവിനെ കുറിച്ച് ആ മെഴുകുതിരി വട്ടത്തിൽ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് അദ്ദേഹം തഫ്സീർ എഴുതിയത്. മുഴുവനാക്കാതെ അദ്ദേഹം ഇവിടുന്ന് പോയി. പടച്ചോൻ അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദര, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കഷ്ടം? ശേഷക്കാരായ ആളുകൾ പഠിക്കാന്, ഖുർആൻ വായിക്കാന്. എന്നിട്ട് ഇതൊക്കെ സൗകര്യങ്ങൾ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മളെ വായിക്കാനും പഠിക്കാനും കിട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് പടച്ചോൻ നമുക്ക് ബുദ്ധി തന്നത്? ശരിക്കും ആലോചിച്ചു, എന്തെല്ലാം നാം വായിക്കുന്നു, എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം വാർത്തകൾ നമുക്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്തും പറയാൻ നമുക്കറിയാം. എന്നാ ഖുർആനിൽ 1-2 നിയമങ്ങൾ ചോദിച്ചാലോ പോലും പറ്റണില്ല. ഞാൻ സൂചിപ്പിച്ചത്, പരിശുദ്ധ ഖുർആനിൽ ചില സൂറത്തുകളിൽ ഇസ്ലാമിലെ കുറെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്തുകളുണ്ട്. അത് ശരിക്കും അങ്ങോട്ട് ആഴ്ന്നിറങ്ങി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അങ്ങനെ റമദാൻ പിരിഞ്ഞു പോകുമ്പോ പറയാൻ പറ്റണം, അള്ളാഹ് എനിക്ക് വേണ്ടി ഇറക്കിയ ഖുർആൻ അത് ഞാൻ നന്നായിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറയാൻ പറ്റണം. സന്തോഷത്തോടു കൂടി റമദാനെ യാത്രയാക്കാൻ പറ്റണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഏതെങ്കിലും ഒരു 1-2 സൂറത്തുകൾ പരിശുദ്ധ ഖുർആൻ ഉള്ളിലേക്ക് കണ്ട് ഇറങ്ങിച്ചെന്ന് തഫ്സീറുകളൊക്കെ വായിക്കുക. പടച്ചോൻ നമുക്ക് ബുദ്ധിശക്തി തന്നിട്ട് അത് ഉപയോഗിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലർക്കൊരു സംശയം, ഖുർആനൊക്കെ അങ്ങനെ ഓതി പോകുമ്പോ തെറ്റൂലേ, തെറ്റിയാ കുറ്റം കിട്ടൂലേ, ഇങ്ങനൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ. ഇവരൊക്കെ ആലോചിക്കേണ്ട വിഷയം എന്താന്ന് വെച്ചാല്, പരിശുദ്ധ ഖുർആൻ പറയണേ, നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹ് നിങ്ങൾക്ക് അത് എളുപ്പാക്കി തന്നിക്കണത്. അള്ളാന്റെ വാക്കിനപ്പുറത്തേക്ക് വേറെന്താ? നമ്മൾ ഖുർആൻ പഠിക്കാൻ ഒന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ പടച്ചോൻ അത് എളുപ്പാക്കി തന്ന അള്ളാന്റെ വാക്കാണ്. എന്നാലും ആൾക്കാർ വായിച്ച അതൊക്കെ ഉസ്താദുമാര് മറ്റവരൊക്കെ പഠിക്കേണ്ടതല്ലേ, നമുക്കൊരു പറഞ്ഞിങ്ങനെ തരുമല്ലോ എന്നതിനപ്പുറം അവനവൻ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, ഖുർആന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുക. ഇനിയും ആരെങ്കിലും ഖുർആൻ പഠിക്കാൻ തയ്യാറില്ലെങ്കിൽ അള്ളാന്റെ ഒരു ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ,
അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്താ മനുഷ്യന്മാർ ഖുർആനെ പറ്റി ആലോചിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ട് വെച്ചിട്ടുണ്ടോ? എന്റെ മനസ്സിലൊന്നും ഖുർആൻ കേറണ്ട, ഞാനത് പഠിക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അള്ളാന്റെ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഗൗരവത്തിൽ കാണാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആനിനെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് അതിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലാം. നമ്മളെല്ലാവരും കേട്ട് പരിചിതമായ ഒരു ആയത്താണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ആ ആയത്ത് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് ഖുർആന്റെ വില അറിയായിട്ടാണ്. ഈ ഖുർആൻ എങ്ങാൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ആ പർവ്വതം അതിലെ ഗാംഭീര്യം മനസ്സിലാക്കിക്കൊണ്ട് തരിപ്പണമായി പോകുമായിരുന്നു. ഖുർആനിന്റെ ഉള്ളിലുള്ള വിഷയം അറിഞ്ഞ് പർവ്വതം തരിപ്പണമായി തവിട് പൊടിയാകുമായിരുന്നു ഖുർആൻ. നമ്മുടെ മുമ്പിൽ ഖുർആൻ കിടന്നിട്ട് നമ്മളൊന്ന് വായിക്കണ്ടോ? ഒന്ന് പഠിക്കാൻ തയ്യാറാവട്ടെ. പഠിക്കുന്നവരും വായിക്കുന്നവരൊക്കെ ഉണ്ടാവും, അല്ലാത്തവരോടെ സൂചിപ്പിച്ചത്. അപ്പൊ സ്വയം തീരുമാനിക്കുക എപ്പോഴാ പടച്ചവൻ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇനി അതിന്റെ ഗൗരവം ഒന്നും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ സൂറത്തു ത്വാഹ, അതില് 2-3 ആയത്തുകളുണ്ട്. അതൊന്ന് വീട്ടിൽ പോയിട്ടാണ് പരിശോധിക്കുക. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാ. ഒന്ന് ആയത്തും കൂടി അർത്ഥം കൂടി പറയാം. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال لم حشرتني أعمى فقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. ഇതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാ, ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ നമ്മൾ ഖുർആൻ വായിക്കാനും പഠിക്കാനും തയ്യാറാവും. അള്ളാഹ് പറയാണ്, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിനെ, എന്റെ ഖുർആനിനെ ആരെങ്കിലും അവഗണിക്കുകയാണെങ്കിൽ ഫഇന്ന ലഹു മഈശത്തൻ ദൻക, അവനക്കൊരു പ്രയാസകരമായ ഒരു ജീവിതമാണ് വരാനുള്ളത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, പരലോകത്ത് അവനെ ഞാൻ അന്ധനായി കണ്ണുപൊട്ടനായി ഉയർത്തെഴുന്നേൽപ്പിക്കും. കാഴ്ചയില്ലാത്ത ഒരാളായിട്ട് പരലോകത്ത് കൊണ്ടുവരും. അപ്പൊ കാല അല്ലാഹ് ആ മനുഷ്യൻ പറയാണ്, ലിമ ഹശർതനി അഅ്മാ, പടച്ചവനെ എന്തിനാണ് എന്നെ കണ്ണുപൊട്ടനായി കൊണ്ടുവന്നത്? ഫഖദ് കുൻതു ബസീറ, എനിക്ക് ദുനിയാവിൽ നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ. ഇതിങ്ങനെ മനുഷ്യൻ പറയുമ്പോ അല്ലാഹ് പറയും, ഖല കദാലിക്, അത് നീ പറഞ്ഞത് ശരിയാണ്, ദുനിയാവിൽ എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ആയാത്തുന, എന്റെ ആയത്തുകളൊക്കെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? എന്റെ പരിശുദ്ധ ഖുർആൻ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? ഫനസീതഹാ, ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ട് നീ എന്നെ മറന്നു കളഞ്ഞു അല്ലേ? അൽയൗമ, ഇന്ന് തുൻസ, ഞാൻ അന്നി മറക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, സ്വയം ചിന്തിക്കുക. കണ്ണുപൊട്ടനായിട്ട് നാളെ പരലോകത്ത് വരിക, പരലോകത്ത് ഇങ്ങനെ പരാതി പറയാ പടച്ചവനോട്, പടച്ചവൻ ഇന്ന മറന്നു, അതോട് ഞാൻ എന്നെ മറക്കുകയാണ്. ഈ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹ് നിഅമത്തായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പരീക്ഷണവും കൂടിയാണ്. കാഴ്ചയും ചിന്തയും തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക. ഇനി എന്തിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞില്ലേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ചവനെ ഖുർആനിനെ അവഗണിച്ച ആൾക്കാരാണ് കേട്ടോ എന്ന് മുസ്ലിം ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ റമദാനിലെങ്കിലും ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് പറ്റുക എന്നാലോചിക്കുക. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചിട്ട്, പടച്ചവനെ നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ഞാൻ ഉറപ്പായിട്ട് പരിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെയെങ്കിലും ഒരു മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവരെ പറ്റി പഠിപ്പിക്കുന്നതാണ്. അവരെ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ഓരോ ദിവസവും ഒരു ജുസ് അല്ലെങ്കിൽ 2 ജുസ്, ഒരു ഖത്തം അല്ലെങ്കിൽ 2 ഖത്തം അവർ തീർത്തിരിക്കും. നമുക്ക് ഒരു റമദാനിൽ 30 ജുസ് പോലും തീർക്കാൻ വയ്യ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ എവിടെ കിടക്കുന്നു? മഹാന്മാരായ പണ്ഡിതന്മാര് പൂർവികരൊക്കെ എവിടെ കിടക്കുന്നു? അവരൊക്കെ പോയ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താ? എന്നിട്ട് സൽക്കർമ്മങ്ങൾ കൂടുതലില്ലെങ്കിൽ അതോടെ നന്നായിട്ട് പണിയെടുക്കാനും നന്നായിട്ട് പ്രവർത്തിക്കാനും ശ്രദ്ധിക്കാം. നാളെ പരലോകത്താണ്ട് എത്തുമ്പോ പടച്ചോന്റെ കോടതിയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാവരുത്.
റസൂൽ പറഞ്ഞ വക്കുല്ലുൻ സ്വാമിത്തിൻ, എത്ര നോമ്പുകാരാണ് ഒക്കെ വെറുതെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഖുർആന്റെ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇന്ന് തന്നെ ഓരോ അവസരം കിട്ടുന്ന സമയത്തും ഖുർആനുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം. ഇപ്പോഴും സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ശരിക്കും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ ശിർക്ക് പോകില്ല, ഒരിക്കലും ശിർക്ക് ചെയ്യൂല അയാള്. കാരണം പടച്ചവനോടാണ് പറയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണേ. ആ നയിക്കണേ എന്ന് പറയുന്നതിന് അതാണ് ആദ്യത്തെ പ്രാർത്ഥന. ഖുർആൻ ഇങ്ങനെ ഓതി വരുമ്പോ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞൊരു വാക്കെന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ, നിന്നോട് മാത്രമേ സഹായം തേടൂ. ഇത് ആർക്കാ മനസ്സിലാകുക? ഇനി നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു ശിർക്കും അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ പറഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അപ്പൊ ദയവ് ചെയ്ത് ഇതും കൂടി ഒന്ന് ശ്രമിക്കുക. ഖുർആനിൽ വന്നിട്ടുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട 1-2 ആയത്തുകൾ പഠിക്കുക. ശിർക്കിന്റെ ഗൗരവത്തെ പറ്റി പറയുന്ന ആയത്തുകൾ പഠിക്കുക. അപ്പോഴേ നമുക്ക് സമൂഹത്തിലേക്കൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ശിർക്കിന്റെ ഗൗരവം പറഞ്ഞില്ലേ? ഒരുപാട് ആയത്തുകളുണ്ട്, ഞാൻ അതിലേക്ക് വിശദീകരിക്കല്ല. പക്ഷെ നമ്മളത് മനസ്സിലാക്കുക. ഖുർആനിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഖുർആനുമായി എന്ത് ബന്ധമുണ്ട് എന്ന് ആലോചിക്കുക. ഒരു നാട്ടിലൊരു വിഷയം എങ്ങനെ പറയുമ്പോ ഖുർആൻ എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മൾ മനസ്സിലേക്ക് വരണം. അതിന് ഖുർആനിന്റെ തഫ്സീറുകളിലേക്ക്, പരിഭാഷകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, പഠിക്കണം. പക്ഷെ സ്വയം തീരുമാനിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയാം. ഒരാളുടെ ഇന്നല്ലാഹ, ഒരു പരിശുദ്ധ ഖുർആൻ ഒരു ആയത്താണ്. നമ്മൾ സ്വയം മാറാതെ അല്ലാഹ് നമ്മളെ മാറ്റൂല. നമ്മളത് ആദ്യം ചിന്തിക്കും. ഞാൻ മാറണമെന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിട്ട് അതിനോട് മുന്നിട്ടാണ്ട് ഇറങ്ങി നോക്കി. നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാണ്ട് ഇറങ്ങുക. അള്ളാഹുവിനോട് തവക്കുലാക്കുക. അങ്ങനെ നമ്മളോട് തീരുമാനിക്കുന്നത്. ഇപ്പൊ അയാൾ ഓതുണ്ടോ, ഇയാൾ ഓതുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഇങ്ങനെ ഓതിപ്പറ്റി, ഇതൊന്നും അല്ല നമ്മൾ അറിയിക്കട്ടെ. എന്നെ നന്നാക്കാൻ വേണ്ടി എന്റെ ഖുർആൻ പടച്ചോൻ എന്നിൽ ഇറക്കിയതാണ് എന്ന് തീരുമാനിച്ചിട്ട് അത് പഠിക്കാൻ വേണ്ടി തയ്യാറായാണല്ലോ. ഇപ്പൊ നമ്മുടെ ഓരോ സംഗതികളും എളുപ്പമാവും. വീട്ടില് എത്ര ആളുകളുടെ വീട്ടില് പരിശുദ്ധ ഖുർആന്റെ പാരായണം നടക്കുന്നുണ്ട്. ഓതിപ്പോക്കല്ല, ഉപ്പ ഉമ്മ മറ്റുള്ളവരൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഖുർആന്റെ പാരായണം അർത്ഥസഹിതം വായിക്കണ്ടേ. ഞാൻ അവിടെ മുൻപ് വന്നിട്ട് ഉണ്ടായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. കല്ല ഓർമ്മ കൊണ്ട് ഇവിടെ പറഞ്ഞത്. ഒരു വീട് സമയം കൊടുത്ത ഒരു വീട്ടിലുണ്ടായ ഒരു അനുഭവം മാത്രം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കണം. നമുക്കൊക്കെ പരാതിയാണ്. വീട്ടിലെ കുട്ടികൾ നന്നാവണില്ല, എത്ര പറഞ്ഞിട്ട് നന്നാവണില്ല. അവരൊക്കെ എന്താണ്? ഇപ്പൊ ഞാൻ കുട്ടികളും അവര് വാപ്പാരും ആയിട്ടുണ്ട് എന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പരാതികളാണ്. പക്ഷെ ഇതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ വീടുകളിൽ അർത്ഥസഹിതം വായിക്കുക എന്നുള്ളതാണ്. ഒരു വീട്ടിലുള്ള ഒരു അനുഭവം മാത്രം പങ്കുവെക്കാം. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്. പിന്നെ എല്ലാവരും ഉപ്പുണ്ട്, ഉമ്മണ്ട്, മറ്റു മക്കളൊക്കെ ഉണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറ യാസീനിൽ ഒരു ആയത്താണ് അവിടെ ഊതി. എന്ന് പറയുന്ന ആയത്താണ് ഓതിയത്. ഈ ആയത്ത് ഇങ്ങോട്ട് ഓതി അർത്ഥവും അങ്ങനെയുണ്ട് വായിച്ചിട്ടേ ഉള്ളൂ. ഉടനെ തന്നെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഒരൊറ്റ എഴുന്നേൽക്കുന്നിട്ട് പറയണേ, ഉമ്മച്ചി ഞാൻ അസർ സ്കരിക്കലില്ല. ഖുർആന്റെ അർത്ഥം പറഞ്ഞിട്ടുള്ളൂ, ആയത്ത് ഓതിയിട്ട് ഉമ്മ ഞാൻ അസർ നമസ്കരിക്കലില്ല എന്ന കുട്ടി പറഞ്ഞു. ഉടനെ തന്നെ ആ ഉമ്മ ചോദിക്കുക, അല്ല മോനെ, എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നോട് ചോദിക്കലുണ്ടല്ലോ, നീ അസർ സ്കരിച്ചടാ. അപ്പൊ നീ തന്നെ കാലിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയും, ഉമ്മച്ചി ഇങ്ങോട്ട് നോക്കി ഒതൊരു അടയാളം കൂടി നീ പറയലുണ്ടല്ലോ, പിന്നെ എന്താ ഇപ്പത് പറയുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞ വാക്കെന്താന്ന്, ഉമ്മ ളുഹർ സ്കരിക്കലുണ്ട്. ളുഹർ ഞങ്ങള് പിന്നെ ലഞ്ച് ബ്രേക്ക് ഭക്ഷണത്തിന് വേണ്ടി വിടുന്ന സമയത്ത് എല്ലാവരും പള്ളിയിൽ പോയി നിസ്കരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും. പക്ഷെ സ്കൂള് വിടുന്ന സമയത്ത് അവിടെ അസർ ബാങ്കൊക്കെ കൊടുത്തിട്ടാണ് വിടല്. ആ സമയത്ത് കുറെ കുട്ടികൾ വണ്ടിയിലേക്ക് പോകും, കുറെ കുട്ടികൾ വീട്ടിലേക്കും പോകും. അപ്പൊ ഞാനും വീട്ടിൽ കണ്ടുവരും. വരുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീടുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് ടാപ്പ് തുറന്ന് കാല് കഴുകിയിട്ട് ഞാൻ അങ്ങോട്ട് വരലാണ്. ഞാൻ അസർ സ്കരിക്കലില്ല.
അപ്പൊ ഇത് പറഞ്ഞപ്പോ ഉമ്മച്ചി ചോദിച്ചു, ഉമ്മ അവനോട് ചോദിക്കണം, ഇപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു. ഉടനെ തന്നെ ആ കുട്ടി പറയാ, ഈ ആയത്ത് ഇന്നെ പറ്റിയിട്ടല്ല പറഞ്ഞത്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാ. ആ കുട്ടി ഈ ആയത്ത് ഇന്നെ പറ്റിയിട്ടല്ല എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ഈ ആയത്തിന്റെ അർത്ഥം? അൽ യൗമ, ഒരു ദിവസം വരാണ്ട്, നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് സീല് വെക്കും. ഉമ്മാനോട് എന്നും കളവ് അറിയാം, പക്ഷെ നാളെ പരലോകത്ത് മിണ്ടാൻ പറ്റൂല. വായക്കളുടെ സീലേക്കും, സ്റ്റോപ്പ് ഇടും. പിന്നെ എന്താ സംസാരിക്കുക? വതുകല്ലിമുനാ ഐദീഹിം, കൈകൾ ഇങ്ങനെ പടച്ചവനോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, ചെയ്ത കാര്യങ്ങൾക്ക് കാല് ഇങ്ങനെ സാക്ഷി പറയും. കാല് പറയും, എന്നെയാണ് നനച്ചത്, കാല് സാക്ഷി പറയും. ഈ ഒരായത്ത് കുട്ടി അങ്ങോട്ട് മാറ്റിയെടുത്തെങ്കിൽ നമ്മളെ വീടുകളിൽ പരിശുദ്ധ ഖുർആന്റെ അർത്ഥസഹിതമുള്ള പാരായണം നടക്കുന്നത് പരിശോധിക്കുക. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഖുർആന്റെ ഒരു അർത്ഥസഹിത പാരായണത്തിന് തയ്യാറാവാം. അപ്പോഴേ കുട്ടികൾ ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാവുമ്പോഴേ അത് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ളൊരു ഹുദയായി നിർമാർഗമായിട്ട് മാറുള്ളൂ. ടെൻഷനുള്ള കുറേ ആൾക്ക് പല വിഷയത്തിലും ടെൻഷൻ ഉണ്ടാവും. മനുഷ്യ മനസ്സുകൾക്കുള്ള ശിഫയാണ് ഖുർആൻ. ഇപ്പൊ നമ്മൾ ടെൻഷന് പോകാൻ ഖുർആനാണ് പരിഹാരം. എല്ലാത്തിനും പരിഹാരമായ ഒരു ഗ്രന്ഥം ഖുർആന് മുമ്പിൽ ഉണ്ടായിട്ട് അതിനെ ഉപയോഗിക്കുന്നതല്ല എങ്കിൽ പിന്നെ നമ്മൾ എവിടെ എന്ന് സ്വയം ചിന്തിക്കുക. പിന്നെ ഖുർആനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം സൂചിപ്പിക്കാം. ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ ഉണ്ടല്ലോ, ഏറ്റവും നല്ല വഴിയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുക. വിശ്വാസികൾക്കും സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്കും അത് സന്തോഷ വാർത്തയാണ്. വമ്പിച്ച പ്രതിഫലമാണ് അവർക്ക് വരാനുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ ഖുർആനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് നാളെ പരലോകത്ത് ശുപാർശകരായി ഖുർആൻ വരുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ കടങ്ങൾ വീട്ടുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞങ്ങളുടെയും കുടുംബങ്ങളിലും നാടുകളിലും ഒക്കെയുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നല്ലവരായ വിശ്വാസിനികളായ സഹോദരി സഹോദരങ്ങൾ എല്ലാവരുടെയും ഖബറിടുന്ന് വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. പടച്ച റബ്ബേ, മരണം സത്യമാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, ഖബറുകളിലെ എല്ലാവിധ അദാബുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, യഥാർത്ഥ നോമ്പുകാർക്ക് വേണ്ടി റയ്യാൻ എന്ന് പറഞ്ഞ സ്വർഗ കവാടം നീ ഒരുക്കി വെച്ചിട്ടുണ്ട്. റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.